ഒരുപാട് വിഷമമുണ്ടാക്കിയ ഒരു മരണമാണ്. മൃദുലയ്ക്ക് അത് സഹിക്കാനുള്ള കരുത്ത് ദൈവം എന്തായിരുന്നാലും കൊടുക്കും. അത് കടന്നു വന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അത്രയും ഒരു ഫാദർ എന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത്രയും സങ്കടം നമുക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഹായ് ഓൾ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പം എനിക്ക് പല കാര്യങ്ങളും ഓർമ്മ വരും. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ പ്രവീൺ മൃദുലയുടെ അച്ഛൻ ഇന്നലെ മരണപ്പെട്ട കാര്യം. അപ്പോൾ ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട് അദ്ദേഹം ഡയബറ്റിക്, അതായത് ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാവർക്കും ഡയബറ്റിക് ആവുമല്ലോ. ഈ പറയുന്ന എനിക്ക് 24 വയസ്സാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഡയബറ്റിക് സ്റ്റാർട്ടിങ് ഒരു പേഷ്യൻ്റാണ്. കാരണം PCOS നിന്ന് ഡയബറ്റിക് ആയതാണ്. അപ്പം ആ അച്ഛൻ്റെ കേസ് പറയുന്നുണ്ട് പല വീഡിയോസിലും. ഡയബറ്റിക് ആണ്, ഷുഗറുണ്ട്, അതുകൊണ്ട് കൈകാലൊക്കെ ഭയങ്കര വേദനയാണെന്നൊക്കെ. അപ്പോൾ ഇവരുടെ വീഡിയോസിൽ, കാരണം മൃദുലയ്ക്ക് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു സങ്കടഘട്ടം ഉണ്ടായപ്പോൾ ആ അച്ഛൻ അവരുടെ കൂടെ നിന്നത് നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് അത്രയും ഇത് ഫീൽ ആവാനുള്ള കാരണം, ഒരു 7-8 മാസം മുന്നേ ഞാനും ഇതുപോലൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിയോഗത്തിൽ പെട്ടുപോയ ഒരാളാണ്. അപ്പോൾ ആ ഒരു വിടവിൽ നിന്നും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പെട്ടെന്ന് ഒരാൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പുറത്തു വരാനായിട്ട് പറ്റത്തില്ല. കാരണം ഞാൻ ഇപ്പോഴും ആ ഒരു ട്രോമയ്ക്കുള്ളിലാണ് കിടന്ന് കറങ്ങുന്നത്. എൻ്റെ ഫാദറും ഡയബറ്റിക് ആയിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ആൾക്ക് സഡൻ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായത്. കാരണം രാവിലെ 5:30 വരെ 5:30 2 മണിക്ക് സുഖമില്ലാണ്ടായി, അടുത്തുള്ള ക്ലിനിക്കിൽ പോയി വന്നു. വീണ്ടും 4 മണിക്ക് കൂടുതലതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത്. ആംബുലൻസിൽ കയറ്റി ഞാൻ ചെന്ന് കയറി ഓക്സിജൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആളൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ശ്വാസം ഇങ്ങനെ വന്നിട്ട് തൊണ്ടയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ കയ്യിലൊന്ന് പിടിച്ച് കുഴപ്പമൊന്നുമില്ല, നമുക്കിപ്പം മെഡിക്കലിൽ എത്താം. ഇവിടുന്ന് 5:30 മണിക്ക്, കാരണം അനിയൻ സാധനങ്ങൾ എടുക്കാൻ വീട്ടിലേക്ക് പോയി, ഞാൻ ഉമ്മായി മാത്രമാണ് ഉണ്ടായിരുന്നത്. എനിക്കിതിൽ പ്രശ്നമില്ല. ഞാൻ വളരെ ധൈര്യമായിട്ട്, കാരണം എൻ്റെ ഫാദർ എനിക്ക് തന്ന ധൈര്യമാണ്. കാരണം ഞാനും ഉമ്മ പേടിച്ചിട്ടില്ല. കൊണ്ടുപോയി, നമുക്ക് മെഡിക്കൽ കോളേജല്ലേ, കൊണ്ടുപോയി എത്തിച്ചാൽ ഡോക്ടേഴ്സ് നോക്കിക്കോളും എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലായിരുന്നു ഇരുന്നത്. അപ്പം ആംബുലൻസിൽ കയറി, എനിക്ക് തോന്നുന്നു ജൂലൈ 3 5:30 മണി രാവിലെ 5:30ക്ക് ആള് കോൺഷ്യസ് ആണ്. അപ്പോൾ എന്നെ കണ്ടു ഞാനിങ്ങനെ കയ്യിൽ പിടിച്ച് ഞാനിങ്ങനെ തടവിയൊക്കെ കൊടുത്തു, കുഴപ്പമില്ല, റിലാക്സ്. അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞ് ഡോറടച്ച് നമ്മൾ ഇവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഒരു 25 കിലോമീറ്റേഴ്സ് ഉണ്ട്. അതും രാവിലെയാണ്. ഒരു വണ്ടിയുടെ ഒരു തിരക്കുമില്ല. ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ ആ ഒറ്റ സ്ട്രെച്ചിന്, കാരണം ഇവിടെ നിന്ന് 5:30ക്ക് എടുത്ത വണ്ടി 5:45 6 മണിക്കുള്ളിൽ നമ്മൾ 6 മണിയായിട്ട് നല്ല വെളുത്തിട്ടില്ല, 6 മണിയായപ്പോൾ നമ്മൾ മെഡിക്കലിലെത്തി. അപ്പം പെട്ടെന്ന് കൊണ്ട് എമർജൻസിയിൽ കയറ്റി വീട്ടിലെത്തി. അപ്പം ഡോക്ടർ ചെക്ക് ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ആംബുലൻസിൽ കൊണ്ടുവന്ന ചേട്ടൻ ഉള്ളിലേക്ക് പോയി. അപ്പോൾ ഞാനും അതുപോലെ തന്നെ ആരെങ്കിലും വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഡോക്ടർ പുറത്തേക്ക് വന്നു കേട്ടോ. പുറത്തേപ്പോൾ ഓൾറെഡി ആ ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങി, ആംബുലൻസ് ഡ്രൈവർ ചേട്ടൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് ചേട്ടാ പറ്റിയത്, കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ പറയും കുഴപ്പമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു അപ്പോഴേ ഓൾറെഡി ആൾക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ആൾ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ഡോക്ടർ വന്നു. അപ്പം കാരണം എന്നോടാണ് പറയുന്നത് ഡോക്ടർ, ഇല്ല പൾസ് ഇല്ല, ആൾ പോയി. ഞാൻ പറഞ്ഞു എന്ത് സംഭവിച്ചു ഡോക്ടറെ, 5:30 വരെ ആൾ കോൺഷ്യസ് ആയിരുന്ന ആളാണ്. അപ്പോൾ എനിക്കൊന്ന് ഓക്സിജൻ ബ്ലോക്കായി അങ്ങനെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടായതാണ്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് നേരത്തെ എത്താൻ, കാരണം നേരത്തെ എത്താൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി മാക്സിമം നമ്മൾ ആരെയും വിളിച്ച് അവിടെ നമ്മൾ ഡിലേ ചെയ്യിച്ചില്ല. എല്ലാം ഫാസ്റ്റ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആംബുലൻസ് വിളിച്ചു, ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് കിട്ടി. പിന്നെ അതാണ് നമുക്ക് വിധി. എൻ്റെ പപ്പയെ ഹെൽത്തി ആയിട്ടിരുന്ന ഒരു ബോഡിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ പെട്ടെന്നായിരുന്നു അങ്ങനെ ഒരു ഒരു വിയോഗം. അപ്പോൾ മൃദുലയ്ക്ക് അത് സഹിക്കാനുള്ള കരുത്ത് ദൈവം എന്തായിരുന്നാലും കൊടുക്കും. അത് കടന്നു വന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അത്രയും ഒരു ഫാദർ എന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത്രയും സങ്കടം നമുക്കൊന്നും സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനും 7-8 മാസം കഴിഞ്ഞിട്ട് പോയി ഞാൻ ആ ട്രോമയിൽ നിന്ന് വെളിയിൽ വന്നിട്ടില്ല. അപ്പം ഞാൻ സ്വയമേ അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നമ്മൾ കടന്നു വരണം. അപ്പോൾ മൃദുലയ്ക്കും അത് സാധിക്കണം. അപ്പോൾ അപ്പോൾ ഒരുപാട് വിഷമമുണ്ടാക്കിയ ഒരു മരണമാണ്. അപ്പോൾ നമുക്ക് അവരുടെ വിഷമത്തിൽ പങ്കുചേരാം. ബൈ.